വിശദമായ വാർത്തയിലേക്ക്. സുൽത്താൻ ബത്തേരിയിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. മുട്ടിൽ അടുവാടി വീട്ടിൽ KP ആരിഫാണ് മരിച്ചത്. കൊളകപ്പാറയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. പച്ചക്കറിയുമായി വരികയായിരുന്ന ഗുഡ്സ് വാഹനവും സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. തിരക്കേറിയതോടെ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണം കർശനമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം വാഹനങ്ങൾ ഉൾപ്പെടെ അണുവിമുക്തമാക്കിയ ശേഷമാണ് സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കോവിഡിനെ തുടർന്ന് അടച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ സഞ്ചാരികൾ ധാരാളമായി എത്തിത്തുടങ്ങി. അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നത്. ഇതോടെയാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. വാഹനങ്ങൾ അണുവിമുക്തമാക്കിയ ശേഷമാണ് സഞ്ചാരികളെ കടത്തിവിടുന്നത്. വന്നു കയറി കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പും ടിക്കറ്റ് എടുത്തതിന് ശേഷവും 2 പ്രാവശ്യമായിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്മസ് പുതുവത്സര സീസണോട് കൂടി കൂടുതൽ പേരെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയെ സജീവമാക്കും. ന്യൂസ് 18 ഇടുക്കി. ശബരിമലയിൽ ആശങ്കയായി കൂടുതൽ ജീവനക്കാർക്ക് കോവിഡ്. ഇന്ന് 2 ദേവസ്വം ജീവനക്കാർക്കും 2 പോലീസുകാർക്കും രോഗം സ്ഥിരീകരിച്ചു. രോഗം വ്യാപിച്ചതോടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ദേവസ്വം ബോർഡിലെ 2 മരാമത്ത് ഓവർസിയർമാർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മരാമത്ത് ഓഫീസ് അടച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 14 പേർ ഇവിടെ നിരീക്ഷണത്തിലായി. പമ്പയിൽ ദേവസ്വം വിജിലൻസിൽ ജോലി ചെയ്തിരുന്ന 2 പോലീസുകാർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ അണുനശീകരണങ്ങളും നിയന്ത്രണങ്ങളും കടുപ്പിച്ചു. മേൽശാന്തി നേരിട്ട് പ്രസാദ വിതരണം നടത്തില്ല. പ്രസാദം നേരത്തെ തന്നെ അത് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ ഒരു പൂജാ സമയങ്ങളിൽ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടിക്കാർക്കൊക്കെ ഒരു പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതുകൂടെ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. കാരണം പലരും പ്രസാദം വാങ്ങിക്കുമ്പോൾ ഈ മുഖത്തെ മാസ്ക് മാറ്റിയിട്ടാണ് തീർത്ഥമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊരു അങ്ങനൊരു കോണ്ടാക്റ്റിനുള്ളൊരു സാധ്യത കാണുന്നതുകൊണ്ട് അത് ഒഴിവാക്കി. നിലവിലെ സാഹചര്യത്തിൽ ഭക്തരിലേക്ക് രോഗം പകരില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ജീവനക്കാർക്കിടയിൽ രോഗം പകരുന്നത് ആശങ്കയാണ്. ഇതുവരെ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എങ്കിലും നമ്മൾ പ്രൈമറി കോൺടാക്റ്റുകളെയും ട്രേസ് ചെയ്യുകയും ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്റ്റുകളെല്ലാം ക്വാറന്റൈനിൽ മാറ്റുകയും അവർക്ക് 7 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂട്ടത്തോടാകുന്നത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും ഇതുവരെ ഉള്ള സിറ്റുവേഷൻ കൺട്രോൾ തന്നെയാണ്. ഭണ്ണാരത്തിൽ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാരനും പോലീസ് മെസ്സിൽ ജോലി ചെയ്തിരുന്ന ക്യാമ്പ് ഫോളോവർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ശബരിമലയിൽ രോഗം ബാധിക്കുന്ന ജീവനക്കാരുടെ എണ്ണം 9 ആവശ്യമുള്ള ഇടങ്ങളിൽ ദേവസ്വം ജീവനക്കാർക്കും ഇനി PPE കിറ്റ് നൽകും. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ദേവസ്വം ബോർഡും ആരോഗ്യവകുപ്പും കണക്കുകൂട്ടുന്നത്. അതേസമയം കൂടുതൽ ജീവനക്കാർക്ക് രോഗം വന്നാൽ നിയന്ത്രണം കടുപ്പിക്കേണ്ടി വരും. ക്യാമറാമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. തൊഴിലാളി സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പൊതുഗതാഗതവും വ്യാപാര മേഖലയും സ്തംഭിച്ചതോടെ കേരളത്തിൽ പണിമുടക്ക് ഹർത്താലിന്റെ പ്രതീതിയുണ്ടാക്കി. പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് രംഗവും നിശ്ചലമായി. വ്യാപാരികളും പണിമുടക്കിനോട് സഹകരിച്ചു. എന്നാൽ IT മേഖലയെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. വിഴിഞ്ഞത്ത് കാണാതായ വയോധികയെ മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തി. മുല്ലൂർ തോട്ടംപുരയിടത്തിൽ ദേവകിയെയാണ് കണ്ടെത്തിയത്. വീടിന് സമീപത്തെ കിണറ്റിനുള്ളിൽ കയറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു വയോധിക. അഗ്നിരക്ഷാസേനയാണ് ഇവരെ പുറത്തെത്തിച്ചത്. 25 അടിയോളം താഴ്ചയുള്ളതാണ് കിണർ. പുറത്തെടുത്ത ഇവരെ വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ചിന്നക്കനാലിൽ പുലിയുടെ സാന്നിധ്യം. 2 ദിവസം മുമ്പാണ് തോട്ടം തൊഴിലാളികൾ ചിന്നക്കനാലിൽ പുലിയെ നേരിൽ കണ്ടത്. കാട്ടാനശല്യത്തിനൊപ്പം ചിന്നക്കനാലിൽ പുലിയുടെ സാന്നിധ്യവും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. 2 ദിവസം മുൻപ് ചിന്നക്കനാൽ പവർ ഹൌസ് വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള തേയിലക്കാട്ടിലെ പാറപ്പുറത്താണ് പുലിയെ കണ്ടത്. തൊഴിലാളികളിൽ ഒരാൾ പുലിയുടെ ദൃശ്യം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. പ്രദേശത്ത് മുൻപും പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ചിന്നക്കനാൽ. പ്രവർത്തനം നിലച്ച പത്തനംതിട്ട കൊടുമൺ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ സ്ഥലവും കെട്ടിടവും കാട് കയറി നശിക്കുന്നു. ചുറ്റുമതിൽ തകർന്നതോടെ സാമൂഹ്യ വിരുദ്ധർ കെട്ടിടത്തിനുള്ളിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും പതിവായി. ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ
1985 കൊടുമണ്ണിൽ കൈത്തറി നെയ്ത്തുശാല പ്രവർത്തനം ആരംഭിച്ചത്. നെയ്ത്തു പരിശീലനം ലഭിച്ച പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. കൊടുമൺ പഞ്ചായത്തിന് സമീപമുള്ള 50ഓളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. സാരി, മുണ്ട്, ഷഡ്പീസ്, ലുങ്കി തുടങ്ങിയ വസ്ത്രങ്ങളായിരുന്നു പ്രധാനമായും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ നെയ്ത്തു വസ്ത്രങ്ങളുടെ വിപണി ഇല്ലാതായതും കൂലിക്കുറവും പ്രതിസന്ധിക്ക് കാരണമായി. ഇതോടെ 2012 നെയ്ത്തു കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ഇത് സജീവമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഇത് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഈ കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് കയറ്റുമതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വലിയൊരു സംരംഭമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഏകദേശം 2012 നമുക്ക് ഓർമ്മയുള്ള സമയത്ത് 2012 സമയമായപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടിത് നിലച്ചു. ഇവിടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ലാതെ, ഇവിടെ ആരും തിരിഞ്ഞ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ഇതങ്ങ് പൂർണ്ണമായിട്ട് നിലച്ചു. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടുന്ന് പ്രവാസികൾ ഈ പ്രദേശത്തുള്ള നാട്ടുകാർ ഒരുപാട് പേര് പരാതി കൊണ്ടൊക്കെ പോയെങ്കിലും യാതൊരു ഫലം ഉണ്ടായിട്ടില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന സംരംഭത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. കാടുകയറി തകർച്ചയിലായ തറികളും കെട്ടിടവും ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലവും നെയ്ത്തുകേന്ദ്രവും സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി കാർഷിക കേരളം. കൊല്ലം പന്മന ചിറ്റൂരിലെ കുടുംബശ്രീ പ്രവർത്തകർ ഇറക്കിയ ജമന്തിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. പൂക്കൃഷിയിൽ നൂറുമേനി വിജയം കൊയ്തിരിക്കുകയാണ് പന്മനയിലെ ഓം ശക്തി കുടുംബശ്രീ പ്രവർത്തകർ. എന്റെ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു തിരഞ്ഞെടുത്ത കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് തൈകൾ വിതരണം ചെയ്തത്. 45 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഹൈബ്രിഡ് ജമന്തിയാണ് ഇവർ നട്ടുപരിപാലിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം ബുദ്ധിമുട്ടിച്ചെങ്കിലും കൃത്യമായ പരിപാലനത്തിലൂടെ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇവർ. 47 ദിവസം നല്ലതുപോലെ ഞങ്ങൾ അതിനെ പരിപാലിച്ച് കൊണ്ടുവന്ന് 3-4 ട്രിപ്പ് വളവ് വിട്ട് കാറ്റും മഴയും ഒരു ദിവസം വന്നപ്പോൾ ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിന് സൈഡിന് കമ്പ് വെച്ച് കെട്ടി എല്ലാം വൃത്തിയാക്കി എപ്പോഴും വന്ന് നോക്കി നല്ല രീതി വളർത്തി കൊണ്ടുവന്നു. ഇപ്പോൾ അതെല്ലാം പൂവിട്ട് 47 ദിവസമായി. കോവിഡ് പശ്ചാത്തലത്തിൽ പൂക്കൾക്ക് വിപണി കണ്ടെത്താൻ സാധിക്കാത്തത് മൂലം കുറഞ്ഞ വിലയിൽ വിളവെടുത്ത പൂക്കൾ കടകളിൽ നൽകുകയായിരുന്നു. ന്യൂസ് 18 ചവറ. കീടശല്യവും രോഗബാധയും മൂലം ഇടുക്കി ഹൈറേഞ്ചിൽ തെങ്ങ് കൃഷി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. തൊഴിലാളികളെ കിട്ടാത്തതും തെങ്ങ് പരിപാലനത്തിന് തിരിച്ചടിയാകുമ്പോൾ തെങ്ങ് കൃഷി സംരക്ഷിക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. മലയോര മേഖലയെങ്കിലും ഹൈറേഞ്ചിലും നിരവധി കർഷകരാണ് തെങ്ങ് കൃഷിയിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് മേഖല നേരിടുന്നത്. കീടശല്യവും രോഗബാധയും മൂലം കർഷകർ വലയുകയാണ്. മണ്ടരിയും മറ്റു രോഗങ്ങളും പടർന്നു പിടിക്കുകയും കൂമ്പ് തീർന്ന് തെങ്ങുകൾ ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നത് വെല്ലുവിളിയാണ്. രോഗബാധ പ്രതിരോധിക്കാൻ കൃഷിവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് കർഷകർ പറയുന്നു. ഹൈറേഞ്ചിൽ സമർത്ഥമായിരുന്ന തെങ്ങ് കൃഷി ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് ആവശ്യമായ നമ്മുടെ ഹൈറേഞ്ചിലേക്കൊക്കെ ആവശ്യമായ തേങ്ങകൾ എല്ലാം തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഒരവസ്ഥയാണെന്ന് കാണുവാനുള്ളത്. തേങ്ങാ ഉൽപാദനം കുറഞ്ഞതോടെ പല കുടുംബങ്ങൾക്കും പുറത്തുനിന്ന് ഇവ വാങ്ങേണ്ട സ്ഥിതിയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ തേങ്ങ കൂടുതലായി ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. തെങ്ങുകൾ വ്യാപകമായി നശിക്കുന്ന സാഹചര്യത്തിൽ കൃഷി പുനരാരംഭിക്കുവാൻ കർഷകർക്ക് സർക്കാർ സഹായം ലഭിച്ചേ മതിയാകൂ. തെങ്ങ് കയറാൻ തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യവുമുണ്ട്. ഇത് തെങ്ങ് പരിപാലനത്തിന് തടസ്സമാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി മാങ്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് 33 വെള്ളച്ചാട്ടം. വനത്തിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്താനും സഞ്ചാരികളുടെ തിരക്കാണ്. മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് മുതൽക്കൂട്ടാണ് 33 വെള്ളച്ചാട്ടം. ഇവിടെ ഇറങ്ങി കുളിക്കുവാനും ചിത്രങ്ങൾ പകർത്താനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിന്റെ പ്രത്യേകത. വനത്തിനുള്ളിൽ നിന്നും തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് നട്ടുച്ച നേരത്തും കോരിത്തെരിക്കുന്ന തണുപ്പുണ്ട്. വേനൽ എത്ര കടുത്താലും 33 വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരിക്കലെങ്കിലും ഈ വെള്ളച്ചാട്ടം കണ്ടു മടങ്ങണമെന്ന് സഞ്ചാരികൾ പറയുന്നു. ആനക്കുളത്ത് കാട്ടാനകളെ കാണാനെത്തുന്ന സഞ്ചാരികൾ 33 വെള്ളച്ചാട്ടവും കണ്ടു മടങ്ങാറാണ് പതിവ്.
ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മാങ്കുളത്തു നിന്നും ആനക്കുളത്തു നിന്നുമെല്ലാം വെള്ളച്ചാട്ടത്തിലേക്ക് ജീപ്പിലുള്ള യാത്രയും സൗകര്യമുണ്ട്. ഗ്രാമീണതയുടെ ഭംഗിയും വനത്തിന്റെ പച്ചപ്പിനുമിടയിൽ 33 വെള്ളച്ചാട്ടം തീർക്കുന്ന മനോഹാരിത സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നു. ന്യൂസ് 18 മാങ്കുളം. ഒരു നാടിന്റെ പൈതൃകമാണ് തഴപ്പായ നിർമ്മാണം. തഴയിൽ ഊടും പാവും നെയ്ത് അവയിലൂടെ അതിജീവനം നേടുന്ന ഒരു തലമുറ. തഴയിലൂടെ ജീവിതം നെയ്തെടുക്കുന്നവരിലൂടെ സഞ്ചരിക്കുന്ന ഡോക്യുമെന്ററി ശ്രദ്ധേയമാവുകയാണ്. കുളക്കരയിലെ കൈത പൂത്തപ്പോൾ കാതുകുത്തിയ പെണ്ണി കീറി ചുറ്റി നെയ്തെടുത്തൊരു കനവു കണ്ടടി പെണ്ണി. പൈതൃക തൊഴിലായ തഴപ്പായ നിർമ്മാണത്തിന്റെ ചരിത്രവും ഇതിനു പിന്നിലെ ജീവിതവും പറയുന്നതാണ് ഡോക്യുമെന്ററി. ഇന്ന് തഴപ്പായ നിർമ്മാണം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നെയ്തെടുത്ത ജീവിതങ്ങൾ എന്ന പേരിലാണ് ഡോക്യുമെന്ററി. പഴയറുത്തു ഞാൻ വയൽക്കരയിൽ തളർന്നിരുന്നെടി പെണ്ണി വിരലമർത്തി ഞാൻ നീട്ടി തൊപ്പിയ വെറ്റിലപ്പാക്കിന്റെ ചൂര് പഴയും കീരി സൊറ പറഞ്ഞു ഞാൻ പാഴക്കൊമ്പേലിരുന്നേ പതക്കം വന്നൊരപ്പതിച്ച് തള്ളയുടെ പന്നക്കം കേട്ടു ഞാനിരുന്നേ. ചിത്രം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ഡോക്ടർ ഷബീർ മുഹമ്മദാണ്. പ്രവാസി ചാരിറ്റി ദമാമിന്റെ ബാനറിൽ AB ഷാഹുൽ ഹമീദ് നിർമ്മിക്കുന്ന ചിത്രം അനിമങ്കാണ് സംവിധാനം ചെയ്യുന്നത്. ചടങ്ങിരുന്നു ഞാൻ നെയ്തെടുത്തൊരു പായ കണ്ടോടി പെണ്ണി. ഒരു നാടിൻ്റെ ജീവിതവും അതിജീവനവും എല്ലാം ഈ തഴപ്പായിലായിരുന്നു. ഓണാട്ടുകരയിലെ തഴവ എന്ന ഗ്രാമത്തിൽ തഴ എന്ന പേരുകൊണ്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. 80-90 വയസ്സുള്ള ചുരുക്കം ചില ആൾക്കാരിലേക്ക് മാത്രം ഒതുങ്ങിയ ഒരു അതിജീവന കഥയാണ് ഈ ഡോക്യുമെൻ്ററി നിങ്ങളോട് സംവദിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പൈതൃക തൊഴിലിന് വരികൾ എഴുതിയ അനിമങ്കും ഗാനം ആലപിച്ച 80കാരി സാവിത്രിയമ്മയും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ്. G കൃഷ്ണയാണ് ക്യാമറ. 9ാം ക്ലാസ്സുകാരനായ സിനാനാണ് എഡിറ്റിംഗ് നിർവഹിച്ചത്. ന്യൂസ് 18 കായംകുളം. നാട്ടിലെങ്ങും വോട്ടംഗം. ബ്യൂട്ടീഷ്യനായ ഗോപിക റാണിക്ക് പാർലറിൽ വരുന്നവരോടും നാട്ടുകാരോടും ഇപ്പോൾ ഒന്നേ ചോദിക്കാനുള്ളൂ: ഒരു വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന്. പാറശാല ഗ്രാമപഞ്ചായത്തിലെ പൗതിയാൻവിള വാർഡിലെ NDA സ്ഥാനാർത്ഥിയാണ് ഗോപിക റാണി. മഹിളാ മോർച്ചയുടെ പാറശാല ജനറൽ സെക്രട്ടറിയാണ് ഗോപിക. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ചമയം ജീവിത വഴിയായി തിരഞ്ഞെടുത്ത വനിത. പൊതുജന സേവനം ചമയരംഗം പോലെ ഗോപികയ്ക്ക് പ്രിയപ്പെട്ടതാണ്. അതിനാലാണ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും. വോട്ടർമാരെ നേരിൽ കണ്ട് പരമാവധി വോട്ടുകൾ നേടാനുള്ള ഓട്ടത്തിലാണ് ഗോപിക. മുഖം മിനുക്കാനും മറ്റുമായി തന്നെ തേടിയെത്തുന്നവരെ നിരാശപ്പെടുത്താനും തയ്യാറല്ല. ആളുകളുടെ മുഖം മിനുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന് ഗോപിക പറയുന്നു. തിരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഈ ആൾക്കാരുടെ മുഖം മിനുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ആൾക്കാരുടെ മനസ്സ് കീഴടക്കുക എന്നത്. എന്നാലും കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഒരു ന്യൂനത അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം എന്നെ കൊണ്ട് കാണാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി ജയിച്ച വാർഡ് പിടിക്കാനാണ് BJPയുടെ ശ്രമം. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി LDF സ്ഥാനാർത്ഥിയായി S വീണയും UDFന് വേണ്ടി P വസന്തയും മത്സരരംഗത്തുണ്ട്. ന്യൂസ് 18 പാറശാല. കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച നീലേശ്വരത്തെ മുഹമ്മദ് റാഫിക്ക് ഇത് 3ാം അംഗം. നേരത്തെ ഒരു തവണ പഞ്ചായത്തിലും ഒരു തവണ നഗരസഭയിലുമാണ് മുഹമ്മദ് റാഫി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇക്കുറി നഗരസഭ 5ാം വാർഡിലാണ് റാഫി മത്സരിക്കുന്നത്. 1995-ൽ 1ാം വർഷ MA വിദ്യാർത്ഥിയായിരിക്കെയാണ് റാഫി ഗ്രാമപഞ്ചായത്ത് അംഗമാകുന്നത്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് യൂണിയന്റെ അമരത്തിരിക്കുമ്പോഴായിരുന്നു പൊതുജനങ്ങൾക്കിടയിലേക്ക് CPM റാഫിയെ ഇറക്കിയത്. 13 വാർഡുകൾ മാത്രമുണ്ടായിരുന്ന നീലേശ്വരം പഞ്ചായത്തിൽ തീരദേശത്തെ 3ാം വാർഡിൽ സ്വതന്ത്രനായി കുടച്ചിഹ്നത്തിൽ മത്സരിക്കാനായിരുന്നു പാർട്ടി നിർദ്ദേശം. അന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന പ്രബല നേതാവ് മാമുനി ചന്ദനായിരുന്നു എതിരാളി. 3600 വോട്ടർമാരുള്ള വാർഡിൽ CPMന്റെ ഉറച്ച വോട്ട് 300 മാത്രം. 21 വയസ്സു മാത്രമുള്ള റാഫി ജനന സർട്ടിഫിക്കറ്റ് കൂടി കരുതിയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നോമിനേഷൻ നൽകാനെത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 55 വോട്ടിന് ഭൂരിപക്ഷത്തിന് റാഫി ജയിച്ചു. പഞ്ചായത്തിലെ UDF ഭരണത്തിനിടെ കോൺഗ്രസ് അംഗം എറുവാട്ട് മോഹൻ ജനതാദളിൽ ചേർന്നു.
തുടർന്ന് മോഹനൻ പ്രസിഡന്റും റാഫി വൈസ് പ്രസിഡന്റുമായി. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ PG വിദ്യാർത്ഥിയായിരിക്കെയാണ് ആദ്യമായിട്ട് നീലേശ്വരം നഗരസഭയിലേക്ക് ഞാൻ മത്സരിക്കുന്നത്. പാർട്ടികൾക്ക് വളരെ സ്വാധീനം കുറഞ്ഞ നീലേശ്വരത്തെ തൈക്കടപ്പുറം മേഖലയിലെ 3-ാം വാർഡിലാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അട്ടിമറി വിജയം കൈവരിക്കാൻ എനിക്കന്ന് സാധിച്ചു. പിന്നീട് നീലേശ്വരം നഗരസഭയായപ്പോഴും അട്ടിമറി ജയം റാഫി ആവർത്തിച്ചു. കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന കൊട്രാച്ചാൽ വാർഡിലായിരുന്നു വിജയം. ഇത്തവണയും മികച്ച വിജയപ്രതീക്ഷയോടെയാണ് മുഹമ്മദ് റാഫി മത്സരരംഗത്തുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. കോവിഡ് പിടിക്കാതെ തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെ മറികടക്കാമെന്ന് സ്ഥാനാർത്ഥികൾ തലപുകഞ്ഞ് ആലോചിക്കുന്ന ഈ കാലത്താണ് കോവിഡ് രോഗികളോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ ഒരു സ്ഥാനാർത്ഥി സമയം ചിലവഴിക്കുന്നത്. പരിചയപ്പെടാം കുട്ടനാട് ചമ്പക്കുളം ബ്ലോക്ക് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി MS ശ്രീകാന്തിനെ, അഥവാ കുട്ടനാടൻ സൗജന്യ ഓട്ടോ ആംബുലൻസ് സാരഥി ശ്രീകാന്തിനെ. കുട്ടനാട്ടിലെ പാവപ്പെട്ടവന്റെ ആംബുലൻസ് ആണ് ശ്രീകാന്തിന്റെ ഈ ഓട്ടോറിക്ഷ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നിരവധി കോവിഡ് പോസിറ്റീവ് ആളുകൾ ശ്രീകാന്തിനെ കാത്ത് ഇരിപ്പുണ്ട്. PP കിട്ടിട്ട ഈ ആളെ മനസ്സിലായില്ലെങ്കിൽ ദോ ആ മരത്തിന്റെ മണ്ടയിലേക്ക് നോക്കാം. അതെ, ആ തൂങ്ങിയാടുന്ന ആള് തന്നെയാണ് MS ശ്രീകാന്ത്. ചമ്പക്കുളം PHSയുടെ പരിസരത്ത് കിടന്ന് കറങ്ങുന്ന ഇതിയാൻ തന്നെയാണ് ചമ്പക്കുളം ബ്ലോക്കിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അവരൊക്കെ ശ്രീകാന്തിന്റെ പോസ്റ്ററും തൂക്കി വളരെ ബിസിയാണ്. പക്ഷെ ശ്രീകാന്ത് മാത്രമില്ല. എത്ര പുരോഗമനം പറഞ്ഞാലും നമുക്കൊക്കെ കോവിഡിനെ പേടിയാണ്. പക്ഷെ ശ്രീകാന്തിന് ആ പേടിയില്ല. കുട്ടനാട്ടിലെ ഏത് ഊടുവഴിയും കടന്ന് കോവിഡ് പിടിച്ചവനെ ശ്രീകാന്ത് ആശുപത്രിയിൽ എത്തിക്കും. ഹലോ, വരൂ അങ്ങോട്ട് വരിക. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് സേവിക്കാൻ റെഡിയാന്ന് പറയുന്നതിലൊരു കാര്യമില്ലല്ലോ. അപ്പം എൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഞാനങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഓരോ സ്ഥാനാർത്ഥിമാർക്കൊന്നും ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു മാനസികമായ ടെൻഷനാണ്. ഞാനിവിടെ ലൈവാണ്. ആളുകൾക്കിടയിൽ എപ്പോഴും ചിരിച്ചും കളിച്ചും എപ്പോഴും ഉണ്ട്. കോവിഡും പ്രളയവും എന്ന് വേണ്ട, തെരഞ്ഞെടുപ്പ് പോലും കുലുക്കുന്നവനല്ല ഈ ചെറുപ്പക്കാരൻ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്ക്ഡൗൺ കാലത്ത് മരുന്നുകൾ വാങ്ങിച്ച് രോഗികൾക്ക് കൊണ്ടു കൊടുക്കുന്ന ഡോക്ടറിൻ്റെ ചീട്ട് കൊടുത്താൽ ആ മരുന്ന് വാങ്ങിച്ച് മുടങ്ങാതിരിക്കാൻ മരുന്നുകൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ എനിക്ക് വീട്ടിൽ മരുന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഡീസൽ അടിക്കാൻ ഒരു 100 രൂപ ബാലൻസ് ഉള്ളത് കൊടുത്തിട്ട് അതുപോലും ഇങ്ങനെ സ്വീകരിക്കുന്നില്ല. ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഇങ്ങേർക്ക് അതൊന്നും അല്ല ഇങ്ങരുടെ വിഷയം. സത്യത്തിൽ പറഞ്ഞാൽ വീടിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇങ്ങരുടെ, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാണ് ഇങ്ങേര് ഇതുവരെ ജീവിച്ചിരിക്കുന്നത്. ഒന്നോർത്താൽ ശ്രീകാന്ത് പറയുന്നത് ശരിയാണ്. ആംബുലൻസ് പോലും ഇല്ലാത്ത കുട്ടനാടൻ തുരുത്തുകളിലേക്ക് മനസാക്ഷിയുള്ള ചിലരെങ്കിലും മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ആരെത്താനാണ്? ഇപ്പം നിലവിൽ ഒരു വീട്ടിൽ ഒരു 2 പേര് പോസിറ്റീവായ ആളുകളുണ്ട്. പിന്നെ മങ്കമ്പി തന്നെ മറ്റൊരു വീട്ടിലും പോസിറ്റീവായ ആളുകളുണ്ട്. പിന്നെ കണ്ടങ്കേരിയിൽ ഒരു പോസിറ്റീവായ ഒരാളുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ വീണ്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് തിരിച്ച് വീട്ടിൽ ആക്കണം. കുട്ടനാടിന്റെ പലയിടങ്ങളിലും വാഹനങ്ങൾ എത്താൻ തന്നെ വളരെ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് സൗകര്യം വളരെ പരിമിതമാണ്. അവിടെയാണ് ശ്രീകാന്തിന്റെ ഈ സേവനം വളരെയധികം പ്രയോജനപ്പെടുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്തും അത് കഴിഞ്ഞും ഈ സേവനം മുന്നോട്ട് പോകട്ടെ. ചമ്പക്കുളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.